വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാനാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഞാൻ ഷോർട്സ് ആണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വല്ലാണ്ട് പ്രതീക്ഷിക്കുന്നു വേണ്ട. ഞാൻ ഐ ചെക്ക് ചെയ്യാൻ പോകുന്നതും പിന്നെ എൻ്റെ സ്പെക്ക് സെലക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെ വീഡിയോ കാണല്ലേ? കമോൺ ഗൈസ്. ആക്ച്വലി ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഇൻട്രോ എടുത്തപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും മാറ്റിയല്ലേ പോവാന്ന്. അങ്ങനെ ഞാനാണ് ഗൈസ് ഏറ്റവും ലാസ്റ്റ് അവിടെ എത്തിയത്. അങ്ങനെ ഷീറ്റ് എടുത്തു, ഡോക്ടറെ കാണിച്ചു. ആക്ച്വലി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ എൻ്റെ ഒരു കഴിവ് കാരണം ഒളി ക്യാമറ വെച്ച് എടുത്താണ് ഗൈസ്. അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻഡ് സൈറ്റൊക്കെ എത്തുന്നു. അങ്ങനെ ഹോസ്പിറ്റലിനോട് ടാറ്റ പറഞ്ഞു. അത്യാവശ്യം കുറവുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം ഉമ്മ പറഞ്ഞു നമുക്ക് വൈകുന്നേരം സ്പെക്ക് എടുക്കാൻ പോകാമെന്ന്. അങ്ങനെ ഉമ്മനെയും കൂട്ടിയിട്ട് എന്തായാലും എനിക്ക് ഒരാൾ വേണം ഗൈസ്, അല്ലെങ്കിൽ ഈ കണ്ണട ഇട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ എപ്പോഴും ലൂണോപ്റ്റിക്സിലാണ് പോകല്. ഞങ്ങളെ ഫാമിലിയൊക്കെ ഒരു കണ്ണട ഫാമിലി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്പെക്സ് മാറ്റുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം നമുക്ക് വില കുറഞ്ഞിട്ടും കിട്ടുകയും ചെയ്യും. ആൻഡ് ഞാനിങ്ങനെ ഓരോന്ന് നോക്കുകയാണ് ഏതാ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ ആക്ച്വലി സ്ക്വയർ നോക്കി, ബട്ട് സ്ക്വയർ ഞാൻ കുറേ കാലം മുന്നേ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ പിന്നെ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ പിന്നെ റൗണ്ട്, ഇതൊരു ഗാന്ധിജി ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. അങ്ങനെ ഞാൻ കുറേ റൗണ്ടും കാര്യങ്ങളും, ഇതൊരു വെയ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നോക്കി. ബട്ട് ഇതൊന്നും എനിക്ക് എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് പിന്നെ ഇതും ഉമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കെന്ന് തോന്നിയാൽ ഇട്ട മോഡൽ പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് അങ്ങനെ എനിക്ക് വലിയൊരു താല്പര്യമില്ലായിരുന്നു. ആൻഡ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ബട്ട് അത് റൗണ്ട് കൂടുതലാണ്. ഇതും എനിക്ക് ഇഷ്ടമായി. ബട്ട് ഫുൾ കൺഫ്യൂഷനാണ് ഗൈസ്, ഏതാ എടുക്കുക എന്നുള്ള ഒരു എന്താ മനസ്സിലാവാത്തൊരു ഐഡിയ ആണ്. ആൻഡ് ഇതും പക്ഷേ ഇതെനിക്ക് നമ്മളല്ലേ ഒരു സ്ക്വയർ ലുക്ക് ആയതുകൊണ്ട് അങ്ങനെ എന്താ ഇപ്പം ചെയ്യല്ലേ. അങ്ങനെ ഫൈനലി ഇതാണ് ഗൈസ് ഞാൻ ഡിസൈഡ് ചെയ്ത്. ഇത് ഉമ്മക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. എൻ്റെ കണ്ണിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഗൈസ്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല വലിപ്പുണ്ടെന്ന്. പിന്നെ ഇത് കൂളിങ് നോക്കുന്നതാണ്, അതായത് നമ്മൾ സ്ക്രീനിലൊക്കെ ലൈറ്റ് ബാക്കൗട്ട് അടിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അയാൾ കാണിച്ചു തരാണ് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ കൂളിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? അപ്പോൾ നിങ്ങൾ ലൂണോപ്റ്റിക്സിൽ പോകും, അടിപൊളി ഷോപ്പാണ്. നല്ല കണ്ണാട, നിങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടും. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.